NRI മലയാളിയുടെ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സംഗീതമാകുന്ന അനന്തസാഗരത്തിൽ നിന്നും ഉയരുന്ന രാഗങ്ങളും കീർത്തനങ്ങളും കൊണ്ട് ദൈവനാമത്തിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ. പാടും പാതിരി എന്ന പേരിൽ അറിയപ്പെടുന്ന റവറൻ ഡോക്ടർ പോൾ പൂവത്തുങ്കൽ CMI. അച്ഛാ, നമസ്കാരം. നമസ്കാരം. ഒരു കത്തോലിക്ക പുരോഹിതൻ സംഗീതത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തപ്പോൾ, പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതത്തിൽ ഇത്രയേറെ ഒരു പഠനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന അങ്ങേക്ക് സഭാതലത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ നിന്നോ എന്തെങ്കിലും വെല്ലുവിളികളോ തടസ്സങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വെല്ലുവിളികൾ എന്ന് പറയാനായിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്നോട് തന്നെയാണ്. എന്ന് പറയാനായിട്ട് സംഗീതം എന്ന് പറയുന്നത് വളരെ സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എന്നെ തന്നെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മറ്റു വെല്ലുവിളികളൊക്കെ എനിക്ക് ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് സഭ എന്നെ ഒരുപാട് വളർത്തി, സഭ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറേയും കൂടി ഇങ്ങനെ വളരാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ കൊച്ചുനാളിൽ പള്ളി പാട്ടുകൾ പാടിയിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്, ചർച്ച് കൊയർ. അപ്പോൾ എന്നിലുള്ള സംഗീത വാസന കണ്ടെത്തുകയും അല്ലെങ്കിൽ അതിനെ പോഷിപ്പിക്കാനും ആദ്യകാലത്തെ അവസരങ്ങളൊക്കെ എനിക്ക് നൽകിയിട്ടുള്ളത് സഭയാണ്. അതുപോലെ തന്നെ ഞാൻ CMI സഭയിൽ പ്രത്യേകിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത് സെമിനാരിയിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ വരന്തരപ്പള്ളി, തൃശ്ശൂർ ജില്ലയിൽ വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ മൈനർ സെമിനാരി. അവിടെ വെച്ചാണ് സോദരൻ ഭാഗവതർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കർണാട്ടിക് മ്യൂസിക് ടീച്ചറാണ് ഞങ്ങളെ വന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ സെമിനാരിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത്. പിന്നെ തുടർന്ന് ഞാൻ ബാംഗ്ലൂർ ധർമാരാം കോളേജിൽ പോയി അവിടെ ഒരു VK കൃഷ്ണമൂർത്തി ഭാഗവതർ. പിന്നെ തുടർന്ന് ഞാൻ വൈദികനായതിനു ശേഷം ഒരു ഉന്നത പഠനത്തിനുള്ള ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ സംഗീതം പൂർണ്ണമായിട്ട് അഭ്യസിക്കാൻ വേണ്ടി വലിയൊരു സാഹസികമായിട്ടുള്ള തീരുമാനമായിരുന്നു അത്. കാരണം അന്ന് എനിക്ക് 31 വയസ്സുണ്ട്. ആ 31 വയസ്സിൽ ഒരു പ്രൊഫഷണൽ മ്യൂസിക്കിനോടുള്ള ഒരു അതിയായ താല്പര്യമായിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു 4 വർഷം, പിന്നെ ഒരു 8 വർഷം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്ന് വരെയും ഒരു വൈദികനെ ഇത്രയും കാലം സംഗീതം അഭ്യസിപ്പിക്കാനായിട്ട് ഒരു സഭയും പ്രോത്സാഹിപ്പിച്ചതായിട്ട്. CMI സഭ പ്രത്യേകമായിട്ട് എനിക്കതിന് അനുവാദം നൽകി, എന്നെ പഠിപ്പിക്കുന്നതിന് എനിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു. അതൊക്കെ ഏറ്റവും വലിയ പ്രോത്സാഹനങ്ങളായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ തരത്തിലും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് സഭയും സഭാപിതാക്കന്മാരൊക്കെ നൽകിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 22-ാം തീയതി നമ്മുടെ വലിയ പിതാവിൻ്റെ കർദിനാൾ തിരുമേനിയുടെ പ്രത്യേക ക്ഷണമനുസരിച്ച് ഞാൻ നമ്മുടെ ബിഷപ്പ് സിനഡിൽ പോവുകയും അവിടെ സംഗീത കച്ചേരിക്ക് അവതരിപ്പിക്കുകയും ചെയ്തു. വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നതല്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സഭാപിതാക്കന്മാരും നമ്മുടെ മറ്റെല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് എനിക്കുള്ള അനുഭവം. പിന്നെ ചെറുതായിട്ട് ആർക്കെങ്കിലൊക്കെ അഭിപ്രായത്തിൽ അത് സ്വാഭാവികമാണ്. അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു. ഓക്കെ, CMI സഭയിൽ തന്നെയുള്ള പല അച്ഛന്മാരും സംഗീത മേഖലയിൽ പല പല രംഗങ്ങളിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്കിലും അവരിൽ നിന്നും വളരെ വിഭിന്നമായി ഒരു ശാസ്ത്രീയ സംഗീതത്തിൽ അതിയായ ഒരു പഠനം വേണമെന്ന് കുറിച്ചുകൊണ്ട് അങ്ങ് ഇതിനിറങ്ങിത്തിരിക്കുകയും നീണ്ട കാലത്തോളം സംഗീതത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് അമ്പലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും കച്ചേരി അവതരിപ്പിക്കുന്നു. അപ്പോൾ ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയിൽ മറ്റ് സ്ഥലങ്ങളിൽ അങ്ങയുടെ സഭ അനുവദിച്ചു എന്നങ്ങ് പറഞ്ഞു, മറ്റിടങ്ങളിൽ നിന്നും ഇവിടെ നിന്നെങ്കിലും വിമർശനങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? വിമർശനങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഒരു കീർത്തനം പാടുമ്പോൾ, ഹിന്ദു കീർത്തനം പാടുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അതിന് ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്ര ഒരു ശക്തമായുള്ള വിമർശനം എൻ്റെ അടുത്തേക്ക് കയറി വന്നിട്ടില്ല. ഒറ്റപ്പെട്ട രീതിയിൽ ആളുകൾ പലരും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ മറ്റ് വൈദികരിൽ നിന്ന് വിഭിന്നമായി ഈ പാത തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രാദേശിക സഭകൾ തങ്ങളുടെ വിശ്വാസ പ്രകടനത്തിനായിട്ട് തദ്ദേശീയമായിട്ടുള്ള കലാരൂപങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ആ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് മലയാളത്തിൽ കുർബാന ചെല്ലാനും നമ്മുടെ സ്വന്തം ഭാഷയിലേക്ക് തിരിയാനുള്ള അവസരം കിട്ടിയത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ സംഗീതം നമ്മുടെ ആരാധന സംഗീതത്തിൽ കടന്നു വരണം എന്നുള്ള വലിയൊരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സെമിനാരിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സീനിയർ ഫാദേഴ്സ് അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഓറിയൻറ്റേഷൻസ് ഞങ്ങൾക്ക് തരികയുണ്ടായി.
അതൊന്ന്. മറിച്ച് നമ്മളുടെ സഭയിൽ ഇത് ഡീപ്പായിട്ട് പഠിച്ചെടുത്തുള്ള ആളുകൾ വളരെ കുറവാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആഴമായിട്ട് ടച്ച് ചെയ്തിട്ടുള്ള ഒരു 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 പോയിന്റ് വെച്ചാൽ ഈ കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നത് വളരെ ആത്മീയതയാണ്. പ്രത്യേകിച്ച് ത്യാഗരാജൻ എന്നൊക്കെ പറയുന്ന ആ സംഗീത ആചാര്യൻ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് സംഗീതം തിരഞ്ഞെടുത്തത്. ഒരു സന്യാസി അല്ലെങ്കിൽ വൈദികൻ എന്നൊക്കെ പറയുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് ഇറങ്ങി തിരിച്ചുള്ള ആളുകളാണ്. അച്ഛൻ അത് പറഞ്ഞ് ഓക്കെയാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അങ്ങ് ഒരു പുരോഹിതൻ, ദിവ്യബലി അർപ്പിക്കുന്ന ഒരു പുരോഹിതൻ അമ്പലങ്ങളിൽ പോയി ഹൈന്ദവ ദൈവങ്ങളുടെ മുമ്പിൽ കീർത്തനം ആലപിക്കുമ്പോൾ അങ്ങയുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? ഞാൻ അങ്ങനെ വളരെ വളരെ ചുരുക്കമായിട്ടാണ് റെഗുലറായിട്ട് അമ്പലത്തിൽ പോയി കച്ചേരി നടത്തു പോയി ഞാൻ ചെയ്തിട്ടില്ല. പലപ്പോഴും ഒരു മതസൗഹാർദ്ദ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പലപ്പോഴും അമ്പലങ്ങളിൽ പോയിട്ടുള്ളത്. അല്ലാണ്ട് റെഗുലറായിട്ട് ഞാൻ അമ്പലങ്ങളിൽ കച്ചേരി ചെയ്യുന്ന ഒരാളൊന്നല്ല. അത് ഒരിക്കലും സംഭവിച്ചിട്ടുമില്ല. ഏതോ ഒരു 6 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ 7 കൊല്ലം കഴിയുമ്പോൾ ഒരു ചാൻസ് ഇങ്ങനെ ആരെങ്കിലും നമ്മളെ വിളിക്കുന്ന ഒരു മതസൗഹാർദ്ദ പരിപാടി, അങ്ങനെയാണ് ഞാൻ കൂടുതൽ പങ്കെടുക്കുന്നത്. അല്ല, ഇപ്പോൾ UK എത്തിയ ശേഷം ആദ്യം അങ്ങയുടെ മെയിൻ പെർഫോമൻസ് ഒരു അമ്പലത്തിലായിരുന്നു. ഞാൻ അത് വെച്ച് ചോദിച്ചതാണ്. അതെ, ആ അമ്പലത്തിൽ തന്നെ പറയുന്നത് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ അവർ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ മതസൗഹാർദ്ദ പരിപാടിയായിരുന്നു. അവിടെ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യാനികളും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു സർവ്വമത സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ കച്ചേരി അവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരു കീർത്തനം പാടുമ്പോൾ കൂടുതൽ അത് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസിക് ആർട്ട് മ്യൂസിക് ഒരു അർത്ഥത്തിൽ റിലീജിയൻ അതീതമാണ് ശരിക്കും. അപ്പോൾ നമ്മളൊരു രാഗം ആലപിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് വരുമ്പോഴാണ് നമുക്ക് വേരിയേഷൻസ് ഫീൽ ചെയ്യുന്നത്, വാക്കുകൾ വരുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ വാതാപി ഗണപതി പാടുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചിത്രം, ഞാൻ ഒരു കർണാട്ടിക് മ്യൂസിക് പ്രോപ്പർ കോമ്പോസിഷൻ പാടുന്നു, ഹംസധ്വനി രാഗം. അതേസമയം തന്നെ എൻ്റെ ഉള്ളിലുള്ള എപ്പോഴും ജീസസ് ക്രൈസ്റ്റാണ്. അതെനിക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഒരു ക്രിസ്ത്യാനി തന്നെയാണ്. അതുകൊണ്ട് ഞാനിത് പാടിയതിൻ്റെ പേരിൽ എൻ്റെ ക്രൈസ്തവ വിശ്വാസം 1% പോലും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ അവിടെ കൂടിയിരിക്കുന്ന ആ ഹൈന്ദവ സഹോദരങ്ങളുടെ അവരുടെ ആ ആരാധന രീതിയെ ഞാനൊന്ന് ബഹുമാനിക്കുന്നു, ആ റിലീജിയസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ചിത്രം അതല്ല കൂടുതലായിട്ട്. ഞാൻ ഈ ഹംസധ്വനി രാഗം എങ്ങനെ എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും, അതിൻ്റെ രാഗവും അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ, അതിനുള്ളൊരു സപ്പോർട്ടും അതാണ് അതിലത്തെ സാഹിത്യം എന്ന് പറയുന്നത് പലപ്പോഴും. ഇനി അത് തന്നെയല്ല, ഇപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തനി കീർത്തനങ്ങൾ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതിലേക്ക് കടക്കുമ്പോൾ കുറച്ചും കൂടി ഭക്തിഭാവം കൂടുതലുള്ളതാണ്. ഇത് കുറച്ചും കൂടി ടെക്നിക്കലാണ് ഈ ഏരിയ ശരിക്കും. അച്ഛനിപ്പോൾ രാഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഒരു കുസൃതി ചോദിച്ചോട്ടെ. ഒരിക്കലൊരു സംഗീതജ്ഞൻ പറയുന്നത് കേട്ടു, ആഖിരി രാഗത്തിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്താൽ ആഹാരം മുട്ടിക്കുന്ന ഒരു രാഗമാണെന്ന്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ സംഗീതത്തെ സ്വാധീനിക്കാറുണ്ടോ, അല്ലെങ്കിൽ അത് എത്രമാത്രം സത്യമുണ്ട് ആ ഒരു പ്രസ്താവനയിൽ? അല്ല, എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ അതിൽ ഒരു റിസർച്ച് നടത്താത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. സാധാരണയായിട്ട് പറയുന്നത് പലതരം രാഗങ്ങളുണ്ട്, വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ഈ രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരങ്ങളുടെ ഒരു കൂട്ടമാണ്. സ്വരങ്ങളെ പല രീതിയിൽ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് മ്യൂസിക്കൽ നോട്ട്സ് ഇസ് കോൾഡ് എ രാഗ. അപ്പോൾ അതിനെ പല രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഓരോ നോട്ടിനും ഒരു 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 എന്താ പറയുക, പുഷ്പീകരണം എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതിൻ്റെ ഒരു ലൂമിനസ് നേച്ചറുണ്ട്, അത് പ്രകാശിക്കുന്നത്. ആ പ്രകാശിക്കുന്നതിൻ്റെ മുഖം എന്ന് പറയുന്നത് ചില നോട്ടുകൾക്ക് കൂടുതലാണ്, ചില നോട്ടുകൾക്ക് കുറവാണ്. ഇപ്പം ഞാൻ സപ്പ എന്ന് പറയുമ്പോൾ വേൾഡ് മ്യൂസിക്കിലെ ഏറ്റവും വലിയ ഹാർമണി കോമ്പിനേഷനാണ് ഫസ്റ്റ് ഇൻ്റർവെല്, ഫിഫ്ത്ത് ഇൻ്റർവെല്. സപ്പ സപ്പ അതിനേക്കാൾ കുറഞ്ഞൊരു കോമ്പിനേഷൻ സമ സമ, അടുത്ത് സഗ സഗ, അടുത്ത് സരി. ഇതിന് വിവാദി എന്ന് കൂടിയും പറയാറുണ്ട്. വിവാദി എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ടറി എന്നർത്ഥം. മറ്റേത് വാദി സമ്പാദി എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ നോട്ടുകൾ തമ്മിൽ കൂടിച്ചേരുന്നതനുസരിച്ച് മനുഷ്യനിൽ ക്രീച്ചേഴ്സിൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ചലനങ്ങളെയും സ്വാധീനിക്കാനുള്ള കഴിവ് ഈ വൈബ്രേഷൻസിനുണ്ട്. അത്രയ്ക്ക് ശക്തമാണ് ഇതിൻ്റെ. അപ്പോൾ ഓരോ കോമ്പിനേഷൻ അനുസരിച്ച് ആണ് ഈ വൈബ്രേഷൻസ് മനുഷ്യ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, സരി ഗ പദ സദ പ ഗ രി സ മോഹനരാഗം.
അപ്പോൾ ഈ രാഗത്തിൻ്റെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മൂഡാണ്. ഇത് വേൾഡ് മ്യൂസിക്കിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ചൈനീസ് മ്യൂസിക്കിൽ, കൊറിയൻ മ്യൂസിക്, ഈവൻ വെസ്റ്റേൺ ഫോക്ക് മ്യൂസിക്കിലൊക്കെ ഇത്തരത്തിലുള്ള ചില സ്കെയിലുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഇതങ്ങോട്ട് പാടി കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഭയങ്കര ഒരു രസമാണ്, ബ്രൈറ്റ് ഫീലിംഗ് ആണ്. അതേസമയം തന്നെ സരി ഗ സരി ഗ പദ സദ പ ഗ രി സ, ശിവരഞ്ജിനി എന്ന് പറഞ്ഞ രാഗമാണ്. പാത്തോസായി. അപ്പോൾ ആ ഉടനടി കോമ്പിനേഷൻ മാറി, സെയിം നോട്ടുകളുടെ തന്നെ വേറൊരു ഷേപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇറ്റ് ക്രിയേറ്റഡ് എ ഡിഫറെൻറ്റ് മൂഡ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു വെച്ചാൽ ആ ചേരുന്ന സ്വരങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലൂമിനസ്, അതിൻ്റെ പ്രകാശിത ഭാവം വ്യത്യാസമുണ്ട്. അപ്പോൾ സരി ഗ പദ സദ പ ഗ രി സ, അപ്പോൾ അല്പടി ഒരു പാത്തോസ്, ഒരു ശോക ഭാവത്തിലേക്ക് പോകാം. സരി മ പദ സനി ദ പ മഗരി, ആരബി രാഗമാണ്, വളരെ ഫാസ്റ്റ് ആൻഡ് ബ്രൈറ്റ് ആണ്. ഇത് പാടി കഴിയുമ്പോൾ നമുക്ക് ആകെ കൂടി സരി മ പദ സാനി ദ പ മഗരി സരി മഗരി സരി മ പ പ മ പദ ദ പ മഗരി രി രി, വ്യത്യാസങ്ങൾ വരാം. ഫാസ്റ്റ് മൂവ്മെന്റ് വരുമ്പോൾ ഉടനടി നമുക്ക് ഒരു ഉണർവ്. ഏതാണ്ട് 1000-ലധികം പാട്ടുകൾ കമ്പോസ് ചെയ്തൊരു വ്യക്തിയാണ് അങ്ങ്. പക്ഷേ സാധാരണ ജനപ്രിയമാകുന്ന പാട്ടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ശാസ്ത്രീയ സംഗീതത്തിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് അങ്ങ് പാട്ട് കമ്പോസ് ചെയ്യുന്നത്. സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ സംഗീത ആസ്വാദകരെ സംബന്ധിച്ചത് അത്രയും ഗാനങ്ങൾ ദഹിക്കാനോ അവർക്ക് ആസ്വദിക്കാനോ വളരെ ബുദ്ധിമുട്ടായിരിക്കെ എന്താണ് അങ്ങ് ഈ ശാസ്ത്രീയ സംഗീതത്തിൽ അതിപ്രസരം കാണുന്ന പാട്ടുകൾ മാത്രം കമ്പോസ് ചെയ്യുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം പേര് ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഞാനിപ്പോഴും ഓർക്കുന്നു ഹിന്ദോള രാഗാർദ്ധനായി എന്നുള്ള ആ പാട്ട് കൈതപ്പുറം സുഹൃത്തായിട്ടുള്ള ദാമേട്ടൻ എനിക്ക് എഴുതി തന്നിട്ട് ഞാനത് കമ്പോസ് ദാസേട്ടൻ പാടി. അപ്പോൾ ഞാനതിൻ്റെ സ്വരങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ട് വയലിൻ ജേക്കബ് മരിച്ചുപോയി, അദ്ദേഹമാണ് അത് ഓർക്കസ്ട്രേഷൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ സ്വരങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയ ആളോട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആളെന്നോടൊരു വാക്ക് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. പക്ഷേ ഇത്രയൊന്നും എഫർട്ട് എടുക്കാറില്ല ഒരാൾ ഇങ്ങനെ ക്രിസ്ത്യൻ ഡിവോഷണൽ കമ്പോസ് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവ സംഗീത മേഖലയിൽ ആരും ശാസ്ത്രീയ സംഗീതത്തിലേക്ക് ആഴമായിട്ട് പോകുന്നില്ല. ദാറ്റ്സ് എ വെരി ബിഗ് ട്രഷർ. അപ്പോൾ അതിലേക്ക് കടന്നപ്പോൾ ഉദാഹരണം പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്നുള്ള ഗാനം, ആ ഗാനം കെ മാസ്റ്റർ വലിയ കർണാട്ടിക് മ്യൂസീഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരാളുടെ കയ്യിൽ കിട്ടിയോണ്ടാണ് ആരും ഇതുവരെയ്ക്ക് കമ്പോസ് ചെയ്ത വകുളാഭരണം എന്ന് പറയുന്ന രാഗത്തിലാണ് ഇദ്ദേഹം അത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നോളജ്, പക്ഷെ എത്രയോ ലളിതമായിട്ട് അദ്ദേഹം അത് ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അത് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കർണാട്ടിക് സംഗീതത്തിൻ്റെ സ്വാധീനം, മനോഹരമായിട്ടുള്ള ഇന്ത്യൻ സംഗീതത്തിൻ്റെ സ്വാധീനം നമ്മുടെ സംഗീതത്തിൽ, പ്രത്യേകിച്ച് ഞാൻ കുർബാനയിൽ, കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുർബാനയിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചാൻറ്റിങ് സ്റ്റൈല് വളരെ ശക്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെസ്റ്റേൺ ചർച്ചസിൽ പണ്ട് തുടങ്ങിയുള്ള ഗ്രിഗോറിയൻ ചാൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കുർബാന പലപ്പോഴും ഒരു ഡ്രൈ നേച്ചർ ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് കുറേ കൂടി ആളുകൾക്ക് ആകർഷകമാക്കാനായിട്ട് ഞങ്ങൾ സെമിനാരിയിൽ പഠിപ്പിച്ച പോൾ കല്ലുവീട്ടിൽ എന്ന് പറഞ്ഞ പ്രൊഫസർ അച്ഛൻ പറഞ്ഞു ഓർക്കുന്നു, പരിശുദ്ധ കുർബാന ഒരു കാവ്യം പോലെ ആകണം, അത്രയ്ക്ക് ഹൃദ്യമായിരിക്കണം നമ്മളത് അവതരിപ്പിക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുർബാനയിൽ പല രാഗങ്ങൾ, സിന്ധുഭൈരവി രാഗം, അങ്ങനെ പല രാഗങ്ങൾ ഞാൻ ആലപിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ എന്നോട് അത് കഴിയുമ്പോൾ പറയും ഞങ്ങൾക്ക് ആഴമായിട്ടുള്ള ദൈവാനുഭവം ഉണ്ടാകുന്നു. നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം.
അപ്പോൾ ഞാൻ ഈ കർണാട്ടിക് രാഗം ബേസ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ ഡിവോഷണൽ സോങ്ങിൻ്റെ നേച്ചർ ഈസ് സ്പിരിച്വൽ, ഡീപ്ലി ഡിവോഷണൽ. ഇറ്റ് ഈസ് നോട്ട് ഫിലിം മ്യൂസിക്. ഇന്ന് ആളുകൾ നമ്മുടെ ആരാധനാ സംഗീതവും സിനിമാ സംഗീതവും കൂടി കൂട്ടിക്കുഴച്ചിരിക്കുകയാണ്. അപ്പോൾ സിനിമാ സംഗീതമാണ് ആരാധനാ സംഗീതം എന്ന് പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആരാധന സംഗീതം ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. കുറേ ശബ്ദങ്ങൾ ഉണ്ടാക്കലല്ല, ഡ്രംസ് വെച്ച് കുറേ ഒച്ച ഉണ്ടാക്കലല്ല നമ്മുടെ കൾച്ചറിൽ. അത് മനുഷ്യ മനസ്സിലേക്ക് ആഴമായിട്ടുള്ള ദൈവാനുഭവത്തെ നമ്മളെ നയിക്കുന്ന രീതിയിലുള്ള മെലഡികൾ, വാക്കുകൾ, ശബ്ദങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഒരു പാട്ട് എഴുതുമ്പോൾ അതിൽ ആ പാട്ടിനുള്ളിൽ ഒരു കവിതയുടെ വിസ്ഫോടനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നുള്ള ഗാനരചയിതാക്കൾ. അതേപോലെ തന്നെ ഒരു പാട്ട് സംഗീത സംവിധാനം നിർവഹിക്കുമ്പോൾ ആ സംഗീതത്തിലും ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു സ്പർശം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ഇന്നുള്ള സംഗീത സംവിധായകർ? അല്ല, ഞാനെപ്പോഴും രണ്ട് തരം മനുഷ്യരുണ്ട് ലോകത്തിൽ. ഒരു തരം മനുഷ്യരെന്ന് പറഞ്ഞാൽ ദ വൺ ഹു സ്വിം വിത്ത് ദ കറൻറ്റ്, ഒഴുക്കിന് അനുകൂലമായിട്ട് നിന്നവർ. മറ്റൊരു ഗ്രൂപ്പ്, ദ അതർ ഗ്രൂപ്പ് ഈസ് കോൾഡ് ദ വൺ ഹു സ്വിം അക്രോസ് ദ കറൻറ്റ്. മനസ്സിലായില്ലേ? കാലം മാറുമ്പോൾ മ്യൂസിക് മാറുന്നു. ഇന്ന് അതുപോലുള്ള കാര്യങ്ങൾ ഹിറ്റായി മാറുന്നുണ്ട്. അല്ല, ഞാനത് ഹിറ്റോ അതിനെക്കുറിച്ചല്ല. ഹിറ്റ് ഞാൻ ഹിന്ദോള രാഗാരനായ ചെയ്ത പാട്ട് എത്രയോ ഹിറ്റായി. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളതിന് തെളിവല്ലേ? അപ്പം അത് ഈ ശാസ്ത്രീയ അംശം കൂടുതലുള്ളതുകൊണ്ട് ഒരിക്കലും ഹിറ്റാകില്ല എന്നുള്ള ഒരിക്കലും ഒരു ധാരണയില്ല. അത് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു മിഥ്യാധാരണയാണെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. അതിനെ പൊളിച്ചെഴുതുക എന്നുള്ളതാണ് എൻ്റെ ചെറിയ പരിശ്രമം. കുറേ ശബ്ദങ്ങൾ കൂടുതലിട്ട് കുറേ ഫാസ്റ്റ് ബീറ്റ് ഇട്ടാൽ മാത്രമേ ജനങ്ങളുടെ മനസ്സിലത് കയറുകയുള്ളൂ. കയറി ഉടനെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്യാതെ. പല സംഗീത സംവിധാനം പറയുന്നുണ്ട് അവരുടെ ഗാനങ്ങളിൽ മറ്റ് അനുകരണങ്ങൾ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരിക്കലും റിപ്പീറ്റേഷൻ വരത്തില്ല എന്ന്. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് മുമ്പേ കടന്നുപോയ സംഗീത സംവിധായകരെയോ എഴുത്തുകാരെയോ നമുക്ക് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അങ്ങനെ ഒരു അനുകരണം ഇന്നത്തെ കലയിൽ ഉണ്ടാവുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? കുറച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആദ്യകാലത്ത് പഠിച്ചിട്ടുണ്ട് എൻ്റെ ഡിഗ്രി ലെവലിൽ. അപ്പോൾ ഒരുപാട് ഷേക്സ്പിയർ, പിന്നെന്താണ് ജോർജ് ഹെർബർ, അങ്ങനെ ഒരുപാട് കവികളുണ്ട്. ജെറാർഡ് മാൻലി ഹോപ്കിൻസ്, ആംഗലേയ കവികൾ. അപ്പോൾ നമ്മളവരൊക്കെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നീട് നമുക്കൊരു രണ്ടുപേര് കവിത എഴുതാനൊരു ഇൻസ്പിറേഷൻ എവിടെന്നെങ്കിലും കിട്ടാൻ സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കവിതകളൊക്കെ ഇംഗ്ലീഷിൽ ചിലതൊക്കെ എഴുതാനൊരു സാഹചര്യം ഉണ്ടായി, വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പരിമിതമായ കഴിവ് വെച്ചിട്ട്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴും ഒരു പുതിയ സൃഷ്ടി ചെയ്യുമ്പോൾ ആ പഴയ സൃഷ്ടികളിലൂടെയുള്ള ഒരു 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 തിരനോട്ടം വളരെ അത്യാവശ്യമാണ്. അതിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മധ്യമാവധി എന്ന് പറഞ്ഞ രാഗം വളരെ മനോഹരമായിട്ടുള്ള ഒരു രാഗമാണ്. ഈ രാഗത്തിൽ എത്രയോ പേര് പാട്ടുണ്ടാക്കിയിരിക്കുന്നു. സിനിമാ പാട്ടുകൾ, ദൈവപുത്രനു വീതിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു, ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ. യേശു മഹേശ രാജാവേ അപ്പം ആ രാഗം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമൺ ട്രഷറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നിന്ന് ആ ഒരു ഒരു കോമൺ ട്രഷറിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ വൈയക്തിക ഭാവം അതിൽ കുറേയധികം വരും. അപ്പം നമ്മൾ പാട്ട് എഴുതുമ്പോൾ ചില അംശങ്ങൾ അതിലൂടെ കടന്നു വരാം, ഒരു തെറ്റൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നില്ല. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഒരു പ്രിന്റ് അതിലുണ്ടാകണം, നമ്മുടെ വ്യക്തിമുദ്ര എന്ന് പറയില്ല, നമ്മുടേതായുള്ള ഒരു കോൺട്രിബ്യൂഷൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശാസ്ത്രീയ സംഗീതത്തിൽ അവഗാഹം സൃഷ്ടിച്ച സംഗീതജ്ഞർ പലപ്പോഴും മറ്റ് സംഗീത സംവിധായകരെ അല്ലെങ്കിൽ പാട്ട് കമ്പോസ് ചെയ്യുന്നവരെ ഒരു രണ്ടാംകട നിലയിലേക്ക് കാണുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ കവികളായാലും ONV സാറും മധുസൂദനന്മാരൊക്കെ ആണെങ്കിലും അവർ ബേസിക്കലി പാട്ട് എഴുതുന്നതാണെങ്കിലും ഒരു കവി എന്ന ലേബൽ അറിയപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിച്ചു വരുന്നത്, ഒരു ക്ലാസിക്കൽ സംഗീതത്തിൽ പ്രാവീണ്യം നേടിയ സംഗീതജ്ഞനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംഗീത സംവിധായകരെല്ലാം ഇത് രണ്ടാംകട നിലയിലേക്ക് എന്ന് പോയൊരു പ്രവണത ശരിയാണോ, രീതിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലുമല്ല. അതായത് നമുക്ക് ഒരു മ്യൂസിക്കിനെ നമുക്ക് എത്രയോ ഇപ്പോൾ സാധാരണ പറയല്ലേ, ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ഭാഷ പഠിച്ച വ്യക്തിക്ക്, ആഴമായിട്ട് പഠിച്ച വ്യക്തിക്ക് ഏറ്റവും ഡീപ്പായിട്ട് സംസാരിക്കാൻ അറിയാം, ഏറ്റവും ലളിതമായിട്ട് സംസാരിക്കാൻ അറിയാം. അപ്പം നമുക്ക് മാസ്റ്ററി കൂടും തോറും നമ്മുടെ സിംപ്ലിസിറ്റി കൂടും ശരിക്കും. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ഓൾസോ ബിക്കം എ കോംപ്ലിക്കേറ്റഡ് പേഴ്സൺ. രണ്ടിൻ്റെ അത് റേഞ്ച് എന്ന് പറയും. നമുക്ക് ആ ഡെപ്ത് കൂടുന്നവർ, ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് പറയുന്ന ഒരു റേഞ്ച് കൂടുതലുള്ള നടൻ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇന്നത്തെ നമ്മുടെ ഈ സൂപ്പർ സ്റ്റാർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഏത് തലത്തിലേക്ക് വരാൻ, വളരെ ഒരു സാധാരണ തലത്തിലേക്ക് വരാൻ, വളരെ ടോപ്പായുള്ള തലത്തിലേക്ക് വരാനുള്ള വലിയൊരു ഒരു സാധ്യത അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എന്ന് പറഞ്ഞ മാതിരി ഒരു മ്യൂസിഷ്യനും അല്ലെങ്കിൽ ഒരു കവിക്കും അതുണ്ടാകണം. ഒരു സാധാരണക്കാരുടെ തലത്തിലേക്ക് വരാനും അതേസമയത്ത് തന്നെ വളരെ
വളരെ അസാധാരണമായിട്ടുള്ള തലങ്ങളിലേക്ക് മനുഷ്യരെ ആസ്വാദകരെ നയിക്കാനുള്ള കഴിവ് ഉണ്ടാകണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാണ്ട് ഒരു തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് തോന്നുന്നു. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പു മാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ, കേഴുമാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ, പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തിൽ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ, രക്തസാക്ഷികളായി ചന്ദ്രമേഴ നാരായണ നമ്പൂരി സ്വാമിയുടെ കീഴിലും നമ്മുടെ പത്മശ്രീ ഡോക്ടർ കെ യേശുദാസിന്റെ കീഴിലും സംഗീതം അഭ്യസിച്ചു. നമ്മുടെ ആൾക്കാർക്ക് കൂടെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. ദാസേട്ടന്റെ സ്വാധീനം അച്ഛന്റെ ജീവിതത്തിൽ എന്തുമാത്രം സംഗീതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്താണ് ദാസേട്ടനായിട്ട് കൂടുതൽ അടുക്കുന്നത്. ഈ ഹിന്ദോള രാഗാർ എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് അങ്ങനെ തരംഗണിക്ക് കുറച്ച് പാട്ടുകൾ എൻ്റെ ആൽബത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 പദ്ധതിയായിട്ടാണ് ഞാൻ ആദ്യം ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം തന്നെ അങ്ങനെ സംഗീതം, അപ്പോൾ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛൻ എന്നുള്ളൊരു ഒത്തിരി തന്നെ വളരെ കാര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ മദ്രാസിലേക്ക് പഠനം മാറ്റി കഴിഞ്ഞപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ മ്യൂസിക് അക്കാഡമിയിൽ, മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ അദ്ദേഹത്തിൻ്റെ കച്ചേരി നടക്കുമ്പോൾ ഞാൻ കേൾക്കണം വെച്ചിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ടാണ്. മദ്രാസിലെ ഏറ്റവും വലിയ സംഗീതത്തിൻ്റെ ആസ്ഥാനമാണ് മദ്രാസ് മ്യൂസിക് അക്കാഡമി എന്ന് പറഞ്ഞത്. അപ്പോൾ ടിക്കറ്റ് സോൾഡ് ഔട്ടായി കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നുകൊണ്ട് എൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് അത്ര 500 രൂപയുടെ ടിക്കറ്റൊക്കെ തന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ലാതെ ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ദാസേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അച്ഛൻ എൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു മ്യൂസിക് അക്കാഡമിയിൽ, വരാൻ പറ്റിയോ, സമയം കിട്ടി? ഞാൻ പറഞ്ഞു ഞാൻ വന്നു, പക്ഷേ എനിക്ക് കയറാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ നാരദഗാനസഭയിൽ കച്ചേരി ഉണ്ട്, അച്ഛൻ വായോ, ഞാൻ അവിടെ നിന്നാൽ മതി, സൈഡിൽ ഞാൻ വരുമ്പോൾ നമുക്ക് അവിടെ ഒരുമിച്ച് കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അവിടെ കാത്തു നിന്നു. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ തോളിലിട്ട്, അച്ഛൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട് റോയിൽ എനിക്കൊരു സീറ്റ് എന്നെ അവിടെ ഇരുത്തിയിട്ട് അദ്ദേഹം സ്റ്റേജിലേക്ക് പോയി. അപ്പോൾ അതൊരു എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവായിരുന്നു ശരിക്കും. പിന്നെ പിറ്റത്തെ കച്ചേരിക്ക് ഇതുപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വഴിയായിട്ട് ഇങ്ങനെ ഉള്ളിൽ കയറി അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിളി വന്നു, അച്ഛനെ ദാസേട്ടൻ വിളിക്കുന്നു സ്റ്റേജിലിരിക്കുന്നത്. ഞാനത് പേടിച്ചു ആദ്യം, എന്തിനാണ് എന്നെ വിളിക്കണമെന്ന്. സ്റ്റേജിൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനെ തമ്പൂരും വീട്ടറിയാമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു കുറച്ചറിയാം. അപ്പോൾ അങ്ങനെ അവിടെ എന്നോട് തമ്പൂരും വീട്ടായിരിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് തമ്പൂരും വീട്ടി. എനിക്കത് കഴിഞ്ഞപ്പോൾ എനിക്കാൻ പറ്റിയില്ല, കാരണം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൈകാലൊക്കെ ആകെ വേദന എടുത്ത് തുടങ്ങി. അപ്പോൾ അതൊരു വലിയ പരീക്ഷണമായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ പിന്നെ കഴിഞ്ഞ 17 വർഷമായിട്ട് ഈ മദ്രാസിലത്തെ അദ്ദേഹത്തിൻ്റെ കച്ചേരികൾക്ക് തമ്പൂരും വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ഡിസംബറിൽ ഞാൻ പോവും, 10-15 ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കും. ഇതുപോലെ മിക്ക കച്ചേരികൾക്ക് ഞാൻ തമ്പൂരും വീട്ടും. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് അദ്ദേഹം എന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചു, ഞാൻ കേട്ട് പഠിച്ചു. മറ്റു രീതിയിൽ ഒരുപാട് ടെക്നിക്സ്. അമേരിക്കയിൽ ഞാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കാറുണ്ട്. ഒരു അമേരിക്കൻ ഗുരുകുലവാസം, കുറച്ചും സമയം കിട്ടും. അപ്പോൾ എന്നെ ഒരുപാട് കറക്റ്റ് ചെയ്യലും എൻ്റെ ബലഹീനതകൾ എന്താണ് പാട്ടിൽ, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, എന്തെല്ലാം ടെക്നിക്സ് ഉപയോഗിക്കണം, അങ്ങനെ. പിന്നെ ആൾ കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ ഇടവക പള്ളിയിൽ എല്ലാ വർഷവും എന്നെ വിളിച്ചുകൊണ്ട് അവിടെ പാടിപ്പിക്കും. ഫോർട്ട് കൊച്ചിയിൽ, അതുപോലെ പാലക്കാട്, കോട്ടയം,
ചെമ്പൈ ഭാഗത്തോട്ട് ഗ്രാമത്തിലൊരു കച്ചേരി ഉണ്ട്, അവിടുത്തെ കച്ചേരിക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. ഞാൻ 2004 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ പഠനം അവസാനിപ്പിച്ച് വരുമ്പോൾ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. കാരണം അദ്ദേഹം വലിയൊരു സംഗീതജ്ഞനാണ്. ഞാനൊക്കെ ചെറിയ ചെറിയ പറ എന്ന് പറയില്ല, ഇതിലിങ്ങനെ കളിക്കുന്ന ഒരു സംഗീതജ്ഞൻ മാത്രമേ ഉള്ളൂ ഞാൻ ചിന്തിക്കുമ്പോൾ. അപ്പോൾ എന്തൊരു യോഗ്യതയാണ് എനിക്കുള്ളത്. പക്ഷെ ഞാൻ പിന്നെ പോയി പല പ്രാവശ്യം പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കിതിന് യോഗ്യതയില്ല, എന്താണ് പിന്നെ നീ എന്നെ അങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇൻസ്പിറേഷൻ, നീ ആരെ പറഞ്ഞ മാതിരി ചെല്ല് എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് 2004 മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ അരങ്ങേറ്റം നടത്തി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ. അങ്ങനെ പിന്നെ പതുക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിക്കും, ഒരുപാട് എന്നെ വളർത്താനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന വലിയൊരു ഗുരുഭൂതനാണ് അദ്ദേഹം. ദാസേട്ടൻ ഈ ജാതിയുടെയും മതത്തിൻ്റെയും അതിർപരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ഇതെല്ലാം ഒന്നാണെന്ന് കാണുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് അച്ഛൻ്റെ ഈ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ. തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഞാൻ പറയുന്നത് നമുക്ക് ഒരാളുടെ ഇന്ന് നമ്മൾ ദൈവത്തെ പല രീതിയിൽ ആളുകൾ കാണും, ഡിഫറെൻ്റ് അപ്രോച്ചസ് കാണും. ഞാനെന്തോ കുറച്ച് തത്വശാസ്ത്രമോ ദൈവശാസ്ത്രമൊക്കെ പഠിച്ചുകൊണ്ട് എൻ്റെ അപ്രോച്ച് കുറച്ചുകൂടി വ്യത്യാസമാണ്. ഇൻഡിവിജ്വലായിട്ടുള്ള മതങ്ങൾ ആവശ്യമാണ്. ഓരോരുത്തർക്കും അവരുടെ വൈയക്തിക ഭാവമുണ്ടല്ലോ. ഇപ്പം ഞാൻ പൂവത്തിങ്കൽ എന്നാണ് എൻ്റെ വീട്ടുപേര്, റോയുടെ വീട്ടുപേര് താനിക്കുഴിയിൽ നിന്നാണ്. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആണ് ശരിക്കും. പക്ഷേ അതുകൊണ്ട് നമ്മൾ തമ്മിൽ യാതൊരു നമ്മൾ വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ ഹിന്ദു ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ട്രഡീഷൻ എൻ്റയർലി. ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ദൈവ വഴിയിൽ. അപ്പോൾ ആ രീതിയിൽ നമ്മളവരെ ബഹുമാനിക്കുക. അല്ലാണ്ട് ഇതെല്ലാം ഒന്നാവണമെന്ന് നമ്മളെ പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് അത് എളുപ്പമല്ല ഒന്നാവുക എന്ന് പറയുന്ന ആശയം. കാരണം അതെല്ലാം വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ചരിത്രമായിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ ആ നിൽക്കുന്ന കാര്യങ്ങളിൽ നല്ലൊരു ഒരു ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് ക്രിയേറ്റ് ചെയ്യുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുക. അങ്ങനെ നല്ലൊരു സൗഹാർദ്ദപരമായുള്ള സമൂഹം ലോകത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ഇതിനെക്കുറിച്ചുള്ള ചിന്ത. അതാണ് ഞാൻ പറയുന്ന ഇൻ്റർ റിലീജിയസ് ഹാർമണി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത. അതിന് സംഗീതം നമ്മളെ വളരെയധികം സഹായിക്കും. അച്ഛൻ്റെ സുഹൃത്തും പ്രശസ്ത സംഗീതജ്ഞനുമായ ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഇന്ന് അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ്. അദ്ദേഹം ഒരു സംഗീത യാത്രയുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സംഗീതം ശരിക്കും ഒരു ഹീലിംഗ് പവറാണ്, ഒരു മെഡിറ്റേഷനാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രീയ സംഗീതം കൊണ്ട് പല അസുഖങ്ങളും മാറി ആളുകൾ ഹീലിംഗ് ആകുന്ന ഒരു അവസ്ഥ അത് സത്യമാണോ വെച്ചാൽ?